പണം ഒരാളുടെ സ്വഭാവം മാറ്റുന്നു എന്ന് പറയുന്നത് പകുതി സത്യം മാത്രമാണ്. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ, പണം നമ്മുടെ ഉള്ളിൽ ഇതിനകം ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവത്തെ പുറത്തുകൊണ്ടുവരുന്നു. കുറച്ചു പണം കൈവശമുള്ളപ്പോൾ മറഞ്ഞിരുന്ന ഭയം അധികം ലഭിക്കുമ്പോൾ ലോഭമായി മാറാം. ചെറുതായി ഉണ്ടായിരുന്ന അസൂയ സമ്പാദ്യം കൂടുമ്പോൾ താരതമ്യത്തിന്റെ രോഗമാകാം. അതേസമയം ഉത്തരവാദിത്തം, ഔദാര്യം, ആത്മനിയന്ത്രണം എന്നിവ ഒരാളിൽ ശക്തമായിരുന്നാൽ പണം അവയെ കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പണത്തെക്കുറിച്ചുള്ള പ്രാചീന ജ്ഞാനം വെറും വരുമാനം കൂട്ടാനുള്ള ഉപദേശം നൽകാത്തത്. അതാദ്യം മനുഷ്യന്റെ ഹൃദയത്തെ പരിശോധിക്കുന്നു. സദൃശ്യവാക്യങ്ങളിൽ പണം ഒരു ദുഷ്ടശക്തിയായി ചിത്രീകരിക്കപ്പെടുന്നില്ല, അതിനെ ആരാധിക്കാനും പഠിപ്പിക്കുന്നില്ല. പണം ഒരു ഉപകരണമാണ്. പക്ഷേ ഉപകരണത്തിനു മേൽ നിയന്ത്രണമില്ലാത്ത ഒരാൾ ഒടുവിൽ അതിന്റെ അടിമയായി മാറും. കത്തികൊണ്ട് ഭക്ഷണം മുറിക്കാം, അതേ കത്തികൊണ്ട് മുറിവേൽപ്പിക്കാം. തീ ഉപയോഗിച്ച് വീട് ചൂടാക്കാം, നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ അതേ തീ വീട് തന്നെ നശിപ്പിക്കും. പണത്തിനും അതേ സ്വഭാവമാണ്. അത് സ്വാതന്ത്ര്യം നൽകാം, പക്ഷേ അതിൽ സുരക്ഷ അന്വേഷിക്കുന്നവനെ ഭയത്തിൽ പൂട്ടുകയും ചെയ്യും. പലരും സാമ്പത്തിക പ്രശ്നമെന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ അക്കങ്ങളുടെ പ്രശ്നമല്ല, അത് തിരിച്ചറിയപ്പെടാത്ത വികാരങ്ങളുടെ പ്രശ്നമാണ്. ഒരാൾ അനാവശ്യമായി ചെലവഴിക്കുന്നത് സാധനം ആവശ്യമുള്ളതുകൊണ്ടല്ല, തനിക്ക് വിലയുണ്ടെന്ന് അനുഭവിക്കാനായിരിക്കാം. മറ്റൊരാൾ പണം ചെലവാക്കാൻ ഭയപ്പെടുന്നത് ഉത്തരവാദിത്തം കൊണ്ടല്ല, ബാല്യത്തിൽ അനുഭവിച്ച കുറവിന്റെ ഓർമ്മ കൊണ്ടായിരിക്കാം. ചിലർ മറ്റുള്ളവരെ മറികടക്കാൻ സമ്പാദിക്കുന്നു. ചിലർ സമൂഹത്തിന്റെ അംഗീകാരം വാങ്ങാൻ ശ്രമിക്കുന്നു. ചിലർ സ്നേഹത്തിനു പകരമായി സമ്മാനങ്ങൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഒരു ബജറ്റ് തയ്യാറാക്കുന്നതിനു മുമ്പ് മനസ്സിന്റെ മറഞ്ഞിരിക്കുന്ന കണക്ക് പുസ്തകം തുറക്കണം. സാമ്പത്തിക സ്വാതന്ത്ര്യം വരുമാനത്തിന്റെ അളവിൽ മാത്രം ആശ്രയിക്കുന്നില്ല, പണത്തോടുള്ള ബന്ധത്തിന്റെ ഗുണത്തിലാണ് അതിന്റെ അടിത്തറ. വളരെ കൂടുതൽ സമ്പാദിക്കുന്ന ഒരാൾ പോലും നിരന്തരം ഭയത്തിൽ കഴിയാം. ചെറിയ വരുമാനമുള്ള ഒരാൾ ശ്രദ്ധയോടെ ജീവിച്ച് സ്ഥിരത കണ്ടെത്താം. ഇതിന്റെ അർത്ഥം ദാരിദ്ര്യത്തെ മനോഹരമാക്കുക എന്നല്ല. കുറവ് യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, പക്ഷേ സമൃദ്ധി സ്വയം സമാധാനം നൽകില്ല എന്നതാണ് സത്യം. പണം പല പ്രശ്നങ്ങളും പരിഹരിക്കും, എന്നാൽ പണത്തെക്കുറിച്ചുള്ള തെറ്റായ മനോഭാവം കൂടുതൽ പണമുണ്ടായാലും നിലനിൽക്കും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കൂ. സ്വന്തം വിവേകത്തിൽ മാത്രം ചാരരുത് എന്ന സദൃശ്യവാക്യത്തിലെ നിർദ്ദേശം സാമ്പത്തിക ജീവിതത്തിലും ആഴമുള്ള അർത്ഥമുണ്ട്. സ്വന്തം ബുദ്ധി ഉപയോഗിക്കരുത് എന്നല്ല അതിന്റെ സന്ദേശം. ബുദ്ധിക്ക് പരിധിയുണ്ടെന്ന് തിരിച്ചറിയുക എന്നതാണ്. മനുഷ്യൻ ഭാവിയെ കൃത്യമായി കാണുന്നില്ല. വിപണി മാറാം, ആരോഗ്യസ്ഥിതി മാറാം, ജോലി നഷ്ടപ്പെടാം, തെറ്റായ തീരുമാനമെടുക്കാം. ഇന്നത്തെ സമ്പത്ത് നാളെയുടെ സുരക്ഷയ്ക്ക് ഉറപ്പു നൽകില്ല. അതുകൊണ്ട് വിശ്വാസം എന്നത് പദ്ധതി ഉപേക്ഷിക്കുക അല്ല, പദ്ധതി അന്തിമ ദൈവമല്ലെന്ന് സമ്മതിക്കുകയാണ്. പണത്തിൽ പൂർണ്ണ സുരക്ഷ കണ്ടെത്താൻ ശ്രമിക്കുന്നവൻ ഒരിക്കലും മതിയെന്ന് അനുഭവിക്കില്ല. കാരണം ഭയം എപ്പോഴും പുതിയ കണക്കുകൾ സൃഷ്ടിക്കും. ഇത്രയുണ്ടെങ്കിൽ സുരക്ഷിതനാകും എന്ന് കരുതുന്ന ഒരാൾ ആ തുകയിലെത്തുമ്പോൾ ലക്ഷ്യം വീണ്ടും ഉയർത്തും. ആവശ്യങ്ങൾ മാറും, താരതമ്യം വർദ്ധിക്കും, അപകട സാധ്യതകൾ കൂടുതൽ വ്യക്തമായി തോന്നും. സമ്പാദ്യം കൂടുന്നതോടെ നഷ്ടപ്പെടാനുള്ള ഭയം കൂടാനും സാധ്യതയുണ്ട്. സമ്പത്ത് ഒരു പരിധിവരെ സുരക്ഷ നൽകുന്നു, പക്ഷേ നിലനിൽക്കുന്ന സമാധാനം നൽകുന്ന ശക്തിയായി അതിനെ ഉയർത്തുമ്പോൾ അത് മനസ്സിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇവിടെ വിശ്വാസവും ഉത്തരവാദിത്വവും തമ്മിലുള്ള ശരിയായ ബന്ധം നിർണായകമാണ്. ദൈവം നൽകും എന്ന് പറഞ്ഞ് ചെലവുകൾ അവഗണിക്കുന്നത് വിശ്വാസമല്ല. പദ്ധതി തയ്യാറാക്കാതിരിക്കുക ആത്മീയതയല്ല. ഒരാൾ കടമെടുത്ത് നിയന്ത്രണമില്ലാതെ ജീവിച്ചിട്ട് അത്ഭുതത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ അത് ആശ്രയമല്ല, ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. വിശ്വാസം സത്യത്തെ നേരിടാനുള്ള ധൈര്യം നൽകണം. വരുമാനം എത്ര, ചെലവെത്ര, കടമെത്ര, ഏത് ശീലം നശിപ്പിക്കുന്നു, എന്താണ് മാറ്റേണ്ടത്, ഇവയെല്ലാം വ്യക്തമായി കാണാൻ പഠിപ്പിക്കണം. പണത്തെക്കുറിച്ചുള്ള ആത്മീയ ജ്ഞാനത്തിന്റെ ആദ്യ പാഠം ഇതാണ്: പണം നിങ്ങളുടെ രക്ഷകനല്ല, അതൊരു വിഭവമാണ്. നഷ്ടപ്പെടാം, വർദ്ധിക്കാം, മറ്റൊരാളിലേക്ക് മാറാം. അതിനാൽ പണം കൈകാര്യം ചെയ്യണം. പണത്തെ ആരാധിക്കരുത്. നിങ്ങളുടെ മൂല്യം ബാങ്ക് അക്കൗണ്ടിലെ സംഖ്യയല്ല. വരുമാനം കുറയുമ്പോൾ നിങ്ങളുടെ മാനുഷിക വില കുറയുന്നില്ല. സമ്പാദ്യം കൂടുമ്പോൾ നിങ്ങളെക്കാൾ കുറവുള്ളവർ താഴ്ന്നവരാകുന്നതുമില്ല. ഈ തിരിച്ചറിവില്ലാത്ത സമ്പത്ത് അഹങ്കാരമാകുന്നു. ഈ തിരിച്ചറിവുള്ള സമ്പത്ത് ഉത്തരവാദിത്തമാകുന്നു. അടുത്ത വലിയ സത്യം സത്യസന്ധതയെക്കുറിച്ചാണ്. കള്ളതുലാസ് കർത്താവിന് വെറുപ്പാണ്, ശരിയായ അളവ് അവന് പ്രിയം എന്ന വാക്യം വ്യാപാരത്തിലെ ഒരു പഴയ നിയമം മാത്രമല്ല, മനുഷ്യബന്ധങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ വിശദീകരിക്കുന്നതുമാണ്. ഏതൊരു ഇടപാടും രണ്ടു കാര്യങ്ങളിൽ നിൽക്കുന്നു: മൂല്യവും വിശ്വാസവും. മൂല്യം കുറവായാൽ ഇടപാട് ഒരിക്കൽ നടക്കാതിരിക്കാം. വിശ്വാസം തകർന്നാൽ ഇടപാട് നടന്നാലും ബന്ധം നിലനിൽക്കില്ല. വേഗത്തിൽ ലാഭം നേടാനുള്ള ആഗ്രഹം മനുഷ്യനെ പലപ്പോഴും സത്യത്തിൽ നിന്ന് അകറ്റുന്നു. വിവരങ്ങൾ മറയ്ക്കുക, ഗുണമേന്മ കൂടുതലാണെന്ന് നടിക്കുക, മറ്റൊരാളുടെ അറിവില്ലായ്മ ഉപയോഗപ്പെടുത്തുക, തൊഴിലാളിയുടെ വേതനം കുറയ്ക്കുക, ഉപഭോക്താവിന്റെ ഭയമുണർത്തി വിൽപ്പന നടത്തുക. ഇവയൊക്കെ താൽക്കാലികമായി പണം നൽകാം, പക്ഷേ ഓരോ അസത്യവും ഭാവിയിലെ വിശ്വാസത്തിൽ നിന്ന് കടമെടുക്കുന്നത് പോലെയാണ്. ഒരു ദിവസം ആ കടം പലിശയോടെ തിരികെ നൽകേണ്ടി വരും. സത്യസന്ധതയെ പലരും നൈതിക അലങ്കാരമായി കാണുന്നു. യാഥാർത്ഥ്യത്തിൽ അത് സാമ്പത്തിക മൂലധനമാണ്. നല്ല പേരുണ്ടാക്കാൻ വർഷങ്ങളെടുക്കും, അത് നഷ്ടപ്പെടുത്താൻ ചില മിനിറ്റ് മതിയാകും. ഒരു ബിസിനസ്സിന് കെട്ടിടം, ഉപകരണങ്ങൾ, നിക്ഷേപം എന്നിവ ഉണ്ടാകാം,
പക്ഷേ ആളുകൾ അതിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഏറ്റവും വിലപ്പെട്ട ആസ്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. വിശ്വാസം ബാലൻസ് ഷീറ്റിൽ കാണാറില്ല. എന്നാൽ പ്രതിസന്ധിക്കാലത്ത് ആരാണ് നിങ്ങളോടൊപ്പം നിൽക്കുക എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും അതാണ്. മനുഷ്യർ വില കുറഞ്ഞ സാധനം മാത്രം തിരഞ്ഞെടുക്കുന്നില്ല, അവർ അപകടം കുറഞ്ഞ ഇടപാടും തിരഞ്ഞെടുക്കുന്നു. സത്യസന്ധനായ ഒരാളുമായി പ്രവർത്തിക്കുമ്പോൾ നിരന്തരം സംശയിക്കേണ്ടി വരില്ല. കരാർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന വഞ്ചന കണ്ടെത്തേണ്ട ആവശ്യം കുറയും. ഇത് മാനസിക ചെലവ് കുറയ്ക്കുന്നു. അതുകൊണ്ട് വിശ്വാസയോഗ്യനായ ഒരാൾ കൂടുതൽ അവസരങ്ങൾ നേടുന്നു. ആളുകൾ വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നു. മറ്റുള്ളവരോട് അവനെ ശുപാർശ ചെയ്യുന്നു. സമയത്തോടെ വിശ്വാസം ഒരു നിശബ്ദ സമ്പത്തായി വളരുന്നു. പക്ഷേ സത്യസന്ധതയുടെ യഥാർത്ഥ പരീക്ഷണം ആരും കാണാത്തപ്പോഴാണ്. പിടിക്കപ്പെടാത്ത വഞ്ചനയും വഞ്ചന തന്നെയാണ്. നിയമപരമായി സാധ്യമാകുന്നതെല്ലാം ധാർമ്മികമായി ശരിയാവണമെന്നില്ല. കരാറിൽ എഴുതിയിട്ടില്ലാത്ത ഒരു ദുർബലത ഉപയോഗപ്പെടുത്തി മറ്റൊരാളെ നഷ്ടത്തിലാക്കാം. അത് കോടതിയിൽ കുറ്റമല്ലായിരിക്കാം, എന്നാൽ മനസാക്ഷിക്ക് മുന്നിൽ ശരിയാകണമെന്നില്ല. സദൃശ്യവാക്യങ്ങളുടെ സാമ്പത്തിക ജ്ഞാനം നിയമത്തിന്റെ ഏറ്റവും കുറഞ്ഞ പരിധിയിൽ നിൽക്കാൻ പഠിപ്പിക്കുന്നില്ല, സ്വഭാവത്തിന്റെ ഉയർന്ന പരിധി തേടാൻ പറയുന്നു. സത്യസന്ധതയ്ക്ക് ചിലപ്പോൾ ഉടൻ വില നൽകേണ്ടി വരും. അസത്യമായ വാഗ്ദാനം നിരസിച്ചതിനാൽ ഒരു ഇടപാട് നഷ്ടപ്പെടാം. ഗുണമേന്മ പാലിച്ചതിനാൽ ചെലവ് കൂടാം. തെറ്റ് സമ്മതിച്ചതിനാൽ കുറച്ചുകാലം അപമാനം അനുഭവിക്കാം. എന്നാൽ ദീർഘകാലത്തിൽ സ്വഭാവം സംരക്ഷിക്കുന്നത് പണം സംരക്ഷിക്കുന്നതിലും വലിയ നിക്ഷേപമാണ്. നഷ്ടപ്പെട്ട പണം വീണ്ടും നേടാം. നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ വളരെ കൂടുതൽ സമയം വേണ്ടിവരും. സാമ്പത്തിക ജീവിതത്തിലെ മൂന്നാമത്തെ വലിയ തത്വം ഔദാര്യമാണ്. ചിതറിച്ചു കൊടുത്തിട്ടും വർദ്ധിക്കുന്നവനുണ്ട്, നൽകേണ്ടതുപോലും പിടിച്ചുവെച്ചിട്ടും ദാരിദ്ര്യത്തിലേക്ക് പോകുന്നവനുമുണ്ട് എന്ന സദൃശ്യവാക്യം ആദ്യം കേൾക്കുമ്പോൾ വിരോധാഭാസമായി തോന്നാം. കൊടുത്താൽ കുറയണം, പിടിച്ചുവെച്ചാൽ കൂടണം. അക്കങ്ങളിൽ അത് ശരിയാകും. എന്നാൽ മനുഷ്യജീവിതം അക്കങ്ങൾ മാത്രമല്ല. ബന്ധങ്ങൾ, വിശ്വാസം, അവസരങ്ങൾ, അർത്ഥം, സഹകരണം ഇവയും സമ്പത്തിന്റെ ഭാഗമാണ്. ഔദാര്യം പണം നിയന്ത്രണമില്ലാതെ വിതരണം ചെയ്യുക എന്നല്ല. സ്വന്തം കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഉപേക്ഷിച്ച് മറ്റുള്ളവരെ സഹായിക്കുക ജ്ഞാനമല്ല. കടമെടുത്ത് ദാനം ചെയ്യുന്നത് പലപ്പോഴും കാണിക്കാനുള്ള പ്രവൃത്തിയാകാം. യഥാർത്ഥ ഔദാര്യം വിവേകമുള്ളതാണ്. ആവശ്യവും ശേഷിയും തിരിച്ചറിയുന്നു. ഒരാളുടെ ആശ്രയത്വം വർദ്ധിപ്പിക്കാതെ ശക്തിപ്പെടുത്തുന്നു. സഹായം നൽകുന്നവന്റെ അഹങ്കാരത്തേക്കാൾ സഹായം സ്വീകരിക്കുന്നവന്റെ മാന്യതയെ സംരക്ഷിക്കുന്നു. നൽകാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം എല്ലായ്പ്പോഴും പണക്കുറവല്ല, പലപ്പോഴും ഭയമാണ്. നാളെ എനിക്ക് വേണ്ടി വന്നാൽ എന്ന ചിന്ത സ്വാഭാവികമാണ്. എന്നാൽ ഭയം നിയന്ത്രണം ഏറ്റെടുത്താൽ എത്രയുണ്ടെങ്കിലും വിട്ടുകൊടുക്കാൻ കഴിയില്ല. കുറവിന്റെ മനോഭാവം ഓരോ അവസരത്തെയും ഭീഷണിയായി കാണും. മറ്റൊരാളുടെ നേട്ടം സ്വന്തം നഷ്ടമായി തോന്നും. പങ്കിടുന്നത് സമ്പത്ത് കുറയ്ക്കുന്നതായി തോന്നും. ഇങ്ങനെ പണം വർദ്ധിച്ചാലും ഹൃദയം ചുരുങ്ങാം. ഔദാര്യം ഭയത്തിന്റെ ഭാഷ മാറ്റുന്നു. എനിക്ക് മതിയാകില്ല എന്നതിൽ നിന്ന് എനിക്ക് ലഭിച്ചതിൽ നിന്ന് ഒരു ഭാഗം അർത്ഥവത്തായി ഉപയോഗിക്കാം എന്നതിലേക്ക് മനസ്സ് നീങ്ങുന്നു. ഇതിലൂടെ പണത്തോടുള്ള അധികാരം മാറുന്നു. നിങ്ങൾ പണം പിടിച്ചു നിൽക്കുന്നില്ല, പണം നിങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുന്നു. ഇതാണ് ഒരു പ്രധാന സ്വാതന്ത്ര്യം. സമ്പാദ്യം നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല, നിങ്ങൾ അതിന് ദിശ നൽകുന്നു. മനുഷ്യരുടെ സന്തോഷത്തെക്കുറിച്ചുള്ള സാധാരണ തെറ്റിദ്ധാരണ വാങ്ങുന്നതിലാണ് ആനന്ദം എന്ന് കരുതുന്നതാണ്. വാങ്ങലിൽ സന്തോഷമില്ല എന്നല്ല. പുതുമ തലച്ചോറിന് ഉത്തേജനം നൽകും, എന്നാൽ അത് വേഗത്തിൽ പരിചിതമാകും. ഇന്നലെ ആവേശമുണ്ടാക്കിയ സാധനം കുറച്ചു ദിവസത്തിനു ശേഷം സാധാരണ വസ്തുവായി മാറും. അതുകൊണ്ടാണ് കൂടുതൽ വാങ്ങൽ പുതിയൊരു ആവേശം തേടുന്ന ചക്രമായി മാറുന്നത്. എന്നാൽ അർത്ഥവത്തായ സഹായം മറ്റൊരു തരത്തിലുള്ള സംതൃപ്തി നൽകുന്നു. അത് നമ്മുടെ ജീവിതം സ്വന്തം ആവശ്യങ്ങൾക്കപ്പുറം പ്രയോജനകരമാണെന്ന് അനുഭവിപ്പിക്കുന്നു. എന്നാൽ ഔദാര്യം അംഗീകാരം വാങ്ങാനുള്ള രഹസ്യരീതിയാകരുത്. ചിലർ കൊടുക്കുന്നു, പക്ഷെ പ്രതിഫലമായി നന്ദി, അനുസരണം, ആദരവ്, പ്രശംസ എന്നിവ പ്രതീക്ഷിക്കുന്നു. ലഭിച്ചില്ലെങ്കിൽ ദുഃഖിക്കുന്നു. അത്തരം നൽകൽ വ്യാപാരമാണ്. പണം നൽകി വികാരപരമായ നിയന്ത്രണം വാങ്ങാനുള്ള ശ്രമം. യഥാർത്ഥ ഔദാര്യം തിരിച്ചടവിന്റെ കണക്കില്ലാതെ പ്രവർത്തിക്കുന്നു. എന്നാൽ അതിന് പരിധികളില്ല എന്നതുമല്ല. ഒരാൾ നിരന്തരം നിങ്ങളുടെ സഹായം ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് ക്രൂരതയല്ല, വിവേകമുള്ള കരുണയാണ്. പണം ഉപയോഗിച്ച് ഒരാളെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുക പലപ്പോഴും അവന്റെ വളർച്ച തടയും. ഇന്നത്തെ പ്രശ്നം തീരും, ഉത്തരവാദിത്തക്കുറവ് മാറില്ല. അതിനാൽ സഹായം നൽകുമ്പോൾ ചോദിക്കേണ്ടത് ഇപ്പോൾ എത്ര നൽകണം എന്നതിലുപരി ഈ സഹായം ദീർഘകാലത്തിൽ അവനെ ശക്തനാക്കുമോ എന്നതാണ്. ഭക്ഷണം ആവശ്യമുള്ളവന് ഭക്ഷണം നൽകണം, എന്നാൽ കഴിവുള്ള ഒരാളെ നിരന്തരം ആശ്രിതനാക്കി നിലനിർത്തുന്നത് സഹായമല്ല. ഔദാര്യം പ്രശ്നത്തിന്റെ വേരുകളെയും കാണണം. നാലാമത്തെ തത്വം പരിശ്രമമാണ്. മടിയന്റെ മനസ്സ് ആഗ്രഹിക്കുന്നു, എന്നാൽ ഒന്നും നേടുന്നില്ല. പരിശ്രമിക്കുന്നവൻ സമൃദ്ധനാകും. ആഗ്രഹവും പരിശ്രമവും തമ്മിലുള്ള വിടവ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ വഞ്ചനകളിലൊന്നാണ്. ആളുകൾ ഫലത്തെ സ്നേഹിക്കുന്നു, പക്ഷേ ഫലം സൃഷ്ടിക്കുന്ന ഏകാന്തമായ ആവർത്തനത്തെ സ്നേഹിക്കുന്നില്ല. വിജയത്തിന്റെ ദൃശ്യഭാഗം ആകർഷകമാണ്. പരിശീലനം, പിഴവ്, തിരുത്തൽ, കാത്തിരിപ്പ്, മടുപ്പ്, മറികടക്കൽ ഇവ ആരും കാണാത്ത ഭാഗങ്ങളാണ്. മടി പലപ്പോഴും പ്രവർത്തിക്കാനുള്ള ഇഷ്ടക്കുറവായി മാത്രം പ്രകടമാകുന്നില്ല. അതിന് ബുദ്ധിപരമായ വേഷങ്ങളുമുണ്ട്.
അനന്തമായി പദ്ധതി തയ്യാറാക്കുക. എല്ലാ വിവരങ്ങളും ലഭിച്ച ശേഷം തുടങ്ങാമെന്ന് പറയുക. ശരിയായ സമയം കാത്തിരിക്കുക. ഉപകരണങ്ങൾ പൂർണ്ണമാകട്ടെ എന്ന് കരുതുക. ചെറിയൊരു അപകടസാധ്യത പോലും ഇല്ലാതാകണമെന്ന് ആവശ്യപ്പെടുക. പുറത്തുനിന്ന് ഇത് ജാഗ്രതയായി തോന്നും. ഉള്ളിൽ പരാജയഭയമായിരിക്കാം. പരിശ്രമം എന്നത് നിരന്തരം തിരക്കിലാകുക അല്ല. പലരും ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്നു, എന്നാൽ പ്രധാനപ്പെട്ട ഒന്നും മുന്നോട്ടു പോകുന്നില്ല. ചെറുജോലികളുടെ തിരക്ക് ആഴത്തിലുള്ള ജോലിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാകാം. ഇമെയിലുകൾ, സന്ദേശങ്ങൾ, മീറ്റിംഗുകൾ, പട്ടികകൾ, ചെറിയ തിരുത്തലുകൾ ഇവ പൂർത്തിയാക്കിയാൽ പ്രവർത്തനബോധം ലഭിക്കും. എന്നാൽ ദീർഘകാല മൂല്യം സൃഷ്ടിക്കുന്ന ജോലി പലപ്പോഴും അസ്വസ്ഥമാണ്. പുതിയ കഴിവ് പഠിക്കണം, വിമർശനം സഹിക്കണം, പരാജയപ്പെടാം. അതുകൊണ്ട് മനസ്സ് ലളിതമായ തിരക്കിലേക്ക് ഓടുന്നു. യഥാർത്ഥ പരിശ്രമം മുൻഗണന അറിയുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഒരേ പ്രാധാന്യമില്ല. വരുമാനത്തെ, കഴിവിനെ, ബന്ധത്തെ, സ്വഭാവത്തെ ദീർഘകാലത്തിൽ മാറ്റുന്ന കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. അവ ദിവസേന ചെറിയ തോതിൽ ചെയ്താൽ വലിയ വ്യത്യാസം സൃഷ്ടിക്കും. പക്ഷേ അവയ്ക്ക് ഉടൻ പ്രതിഫലം ലഭിക്കില്ല. ഇതാണ് മനുഷ്യന്റെ മനസ്സിന് ബുദ്ധിമുട്ടുള്ളത്. നാം വേഗത്തിലുള്ള ഫലങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പരിശ്രമം വൈകിയെത്തുന്ന ഫലത്തിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങളിലെ പരിശ്രമം വെറും പണം സമ്പാദിക്കാനുള്ള മാർഗമല്ല, അത് സ്വഭാവ പരിശീലനമാണ്. ആരും കാണാത്തപ്പോഴും ഗുണമേന്മ പാലിക്കാൻ പഠിക്കുന്നു. മടി വന്നാലും ഉത്തരവാദിത്തം നിറവേറ്റാൻ പഠിക്കുന്നു. പരാജയത്തിന് ശേഷം വീണ്ടും തുടങ്ങാൻ പഠിക്കുന്നു. ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കാതെ വലിയ കാര്യത്തിൽ വിശ്വസ്തനാകാൻ കഴിയില്ല. കാരണം അവസരം സ്വഭാവം സൃഷ്ടിക്കുന്നില്ല, മുമ്പ് രൂപപ്പെട്ട സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. ഒരു വ്യക്തിക്ക് വലിയൊരു ബിസിനസ് ലഭിച്ചാൽ അവൻ പെട്ടെന്ന് നല്ല നേതാവാകില്ല. ചെറിയ സംഘത്തെ എങ്ങനെ കൈകാര്യം ചെയ്തുവോ അതേ സ്വഭാവം വലുതായി പ്രകടമാകും. ചെറിയ വരുമാനം കൈകാര്യം ചെയ്യാൻ കഴിയാത്തവൻ വലിയ വരുമാനത്തോടൊപ്പം കൂടുതൽ വലിയ തെറ്റുകൾ ചെയ്യാം. സമയം കളയുന്ന ഒരാൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചാൽ അവൻ കൂടുതൽ സങ്കീർണമായ രീതിയിൽ സമയം കളയും. സമൃദ്ധി നമ്മുടെ ദുർബലതകൾ സ്വയം പരിഹരിക്കില്ല, അവയ്ക്ക് വലുതായ വേദി നൽകും. പരിശ്രമത്തെക്കുറിച്ചുള്ള മറ്റൊരു തെറ്റിദ്ധാരണ കഠിനാധ്വാനം മാത്രം മതിയെന്നാണ്. ദിശയില്ലാത്ത കഠിനാധ്വാനം ക്ഷീണം സൃഷ്ടിക്കും. ഒരാൾ തെറ്റായ വഴിയിൽ വേഗത്തിൽ ഓടിയാൽ ലക്ഷ്യത്തിലെത്തുകയില്ല. അതുകൊണ്ട് പരിശ്രമത്തോടൊപ്പം പഠനവും പ്രതികരണവും വേണം. എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നില്ല, ഏത് കഴിവാണ് കുറവ്, എന്തുപേക്ഷിക്കണം? സത്യസന്ധമായി പരിശോധിക്കാത്ത പരിശ്രമം പതിവായി മാറും, പുരോഗതിയാകില്ല. പരിശ്രമം ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്ന രീതിയിലാകരുത്. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നത് വിശ്വസ്തതയുടെ അടയാളമെന്ന് പലരും കരുതുന്നു. എന്നാൽ ക്ഷീണിതമായ മനസ്സ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. ഉറക്കക്കുറവ് ആത്മനിയന്ത്രണം കുറയ്ക്കും. നിരന്തരം സമ്മർദ്ദത്തിൽ കഴിയുന്ന ഒരാൾക്ക് ബന്ധങ്ങളും ആരോഗ്യവും ഒടുവിൽ ജോലിയുടെ ഗുണമേന്മയും നഷ്ടപ്പെടാം. പരിശ്രമവും സ്വയം നാശവും ഒരുപോലെയല്ല. ശരിയായ ക്രമത്തിൽ വിശ്രമം ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. അഞ്ചാമത്തെ തത്വം കൂട്ടുകാരെക്കുറിച്ചാണ്. ജ്ഞാനികളോടൊപ്പം നടക്കുന്നവൻ ജ്ഞാനിയാകും, മൂഢരുടെ കൂട്ടുകാരൻ നാശം അനുഭവിക്കും. മനുഷ്യൻ സ്വതന്ത്ര ചിന്തകനാണെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ നമ്മെ ചുറ്റിപ്പറ്റിയ ആളുകളുടെ സ്വാധീനം നമ്മൾ കരുതുന്നതിലും കൂടുതലാണ്. എന്താണ് സാധാരണമെന്ന് നാം കൂട്ടത്തിൽ നിന്ന് പഠിക്കുന്നു. എത്ര ചെലവഴിക്കണം, എന്തിനെ വിജയമെന്ന് വിളിക്കണം, കടത്തെ എങ്ങനെ കാണണം, പണത്തെക്കുറിച്ച് തുറന്നു പറയാമോ, വഞ്ചനയെ ചാതുര്യമെന്ന് കരുതാമോ? ഇവയെല്ലാം സാമൂഹികമായി രൂപപ്പെടുന്നു. ഒരു കൂട്ടത്തിൽ എല്ലാവരും വരുമാനത്തേക്കാൾ കൂടുതലായി ചെലവഴിക്കുന്നുവെങ്കിൽ അതേ ജീവിത രീതി സാധാരണയായി തോന്നും. വില കൂടിയ വസ്തുക്കൾ ഉപയോഗിക്കാത്തത് ലജ്ജയായി തോന്നാം. കടമെടുത്ത് പ്രതിച്ഛായ സംരക്ഷിക്കുന്നത് സ്വാഭാവികമാകും. മറ്റൊരു കൂട്ടത്തിൽ പഠനം, സംരക്ഷണം, നിയന്ത്രണം, ദീർഘകാല പദ്ധതി എന്നിവ സാധാരണമാണെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളും മാറും. മനുഷ്യൻ ഉപദേശത്തേക്കാൾ അന്തരീക്ഷത്തെ അനുകരിക്കുന്നു. തെറ്റായ കൂട്ടുകെട്ട് എല്ലായ്പ്പോഴും കുറ്റവാളികളോടുള്ള ബന്ധമല്ല. നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ പരിഹസിക്കുന്ന ആളുകളും അപകടകരമാണ്. പുതിയൊരു ശീലം തുടങ്ങുമ്പോൾ ഇത്ര ഗൗരവം വേണ്ട എന്ന് പറയുന്നവർ, പണം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവിതം ഒരിക്കലേ ഉള്ളൂ എന്ന് സമ്മർദ്ദപ്പെടുത്തുന്നവർ, സത്യസന്ധമായി പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വഞ്ചന സാധാരണമാക്കുന്നവർ, അവരുടെ സ്വാധീനം പതുക്കെയായിരിക്കും. എന്നാൽ മൂല്യങ്ങളുടെ അതിരുകൾ ക്രമേണ മാറും. ജ്ഞാനികളോടൊപ്പം നടക്കുക എന്നത് സമ്പന്നരോടൊപ്പം മാത്രം സമയം ചെലവഴിക്കുക എന്നല്ല. ധനികൻ ജ്ഞാനിയാവണമെന്നില്ല. ഒരാൾക്ക് പണമുണ്ടായിരിക്കാം, പക്ഷേ ബന്ധങ്ങൾ തകർന്നിരിക്കാം. വ്യാപാരം വിജയിച്ചിരിക്കാം, പക്ഷേ സ്വഭാവം വിശ്വസിക്കാനാവാത്തതാകാം. അതുകൊണ്ട് ഉപദേശം തേടേണ്ടവനെ അവന്റെ വരുമാനത്താൽ മാത്രം അളക്കരുത്. അവന്റെ തീരുമാനങ്ങളുടെ ഫലം നോക്കുക. കടം, ബന്ധം, ആരോഗ്യസ്ഥിതി, വാക്ക്, ഉത്തരവാദിത്തം, പരാജയത്തെ കൈകാര്യം ചെയ്യുന്ന രീതി, ഇവയാണ് ജ്ഞാനത്തിന്റെ യഥാർത്ഥ സൂചനകൾ. നമ്മുടെ ചുറ്റുമുള്ളവർ നേരിട്ട് ഉപദേശം നൽകാതെ തന്നെ ആഗ്രഹങ്ങളെ സ്വാധീനിക്കുന്നു. ഒരാൾ പുതിയ വാഹനം വാങ്ങുമ്പോൾ ഇന്നലെ വരെ തൃപ്തികരമായിരുന്ന നമ്മുടെ വാഹനം പഴയതായി തോന്നുന്നു. സുഹൃത്ത് വലിയ വീട് വാങ്ങുമ്പോൾ സ്വന്തം വീട് ചെറുതായി തോന്നുന്നു. സാമൂഹിക താരതമ്യം ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള രേഖ മായ്ച്ചു കളയും. നമുക്ക് സാധനം വേണ്ടതല്ല, ആ സാധനം നൽകുന്ന സ്ഥാനം വേണം.
വാങ്ങുന്നത് വസ്തു മാത്രമല്ല, മറ്റുള്ളവർ നമ്മെ എങ്ങനെ കാണണം എന്നൊരു പ്രതീക്ഷയും കൂടിയാണ്. ഇതിന്റെ അപകടം തിരിച്ചറിയാൻ ഒരു ലളിതമായ ചോദ്യം മതി. ആരും ഇത് കാണില്ലെങ്കിൽ ഞാനിത് വാങ്ങുമോ? സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ കഴിയില്ലെങ്കിൽ, സുഹൃത്തുക്കൾക്കറിയില്ലെങ്കിൽ, ബ്രാൻഡിന്റെ പേര് മറച്ചുവെച്ചാൽ? ഈ ചോദ്യങ്ങൾക്ക് ശേഷം ആഗ്രഹം കുറയുന്നുവെങ്കിൽ വാങ്ങലിന്റെ വലിയ ഭാഗം ഉപയോഗത്തിനല്ല, തിരിച്ചറിയലിനാണ്. അത്തരം തീരുമാനങ്ങൾ സാമ്പത്തികമായും മാനസികമായും ചെലവേറിയവയാകും. അതുകൊണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് ജീവിത രീതിയെ തിരഞ്ഞെടുക്കുന്നതാണ്. നിങ്ങളെ കുറ്റബോധത്തിലാക്കാതെ സത്യം പറയുന്നവർ വേണം. പരാജയത്തിൽ പരിഹസിക്കാതെ പഠിപ്പിക്കുന്നവർ വേണം. വേഗത്തിലുള്ള ലാഭത്തേക്കാൾ ദീർഘകാല സ്വഭാവത്തെ വിലമതിക്കുന്നവർ വേണം. നിങ്ങളുടെ പരിധികളെ ബഹുമാനിക്കുന്നവർ വേണം. എല്ലാ ആഗ്രഹവും പിന്തുണയ്ക്കുന്നവൻ നല്ല സുഹൃത്താവണമെന്നില്ല. ചിലപ്പോൾ ഇത് നിനക്ക് ശരിയല്ല എന്ന് പറയാൻ ധൈര്യമുള്ളവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ഇവിടെയാണ് സാമ്പത്തിക ജ്ഞാനത്തിന്റെ ആദ്യ 5 തൂണുകൾ തമ്മിൽ ബന്ധപ്പെടുന്നത്. ദൈവത്തിൽ വിശ്വാസമില്ലാതെ പണം സുരക്ഷയുടെ വിഗ്രഹമാകാം. സത്യസന്ധതയില്ലാതെ സമ്പത്ത് സംശയത്തിന്റെ മേൽ പണിത കെട്ടിടമാകും. ഔദാര്യമില്ലാതെ സമൃദ്ധി ഭയത്തിന്റെ സംഭരണശാലയാകും. പരിശ്രമമില്ലാതെ ആഗ്രഹം സ്വപ്നമായി മാത്രം തുടരും. ജ്ഞാനമുള്ള കൂട്ടായ്മയില്ലാതെ നല്ല തീരുമാനങ്ങൾ പോലും പതുക്കെ ക്ഷയിക്കാം. എന്നാൽ ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു വ്യക്തിയെ നല്ല ഉദ്ദേശങ്ങളുള്ളവനാക്കാം, സാമ്പത്തികമായി സ്ഥിരതയുള്ളവനാക്കണമെന്നില്ല. കാരണം ഹൃദയം ശരിയായാലും സംവിധാനം തെറ്റായിരിക്കാം. വിശ്വാസമുണ്ട്, സത്യസന്ധതയുണ്ട്, പരിശ്രമമുണ്ട്. എന്നിട്ടും പണം കയ്യിൽ നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ട്? വരുമാനം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ചെലവ് തീരുമാനിച്ചിരിക്കുന്നു. വികാരം പദ്ധതിയെ മറികടക്കുന്നു. ഭാവിയിലെ പണം ഇന്നത്തെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതാണ് സാമ്പത്തിക തകർച്ച ശബ്ദമില്ലാതെ ആരംഭിക്കുന്ന സ്ഥലം. ഒരു വലിയ വാങ്ങൽ മനുഷ്യനെ ഒറ്റയടിക്ക് തകർക്കണമെന്നില്ല. പലപ്പോഴും ചെറുതായി തോന്നുന്ന ആവർത്തനങ്ങളാണ് അടിത്തറ തകർക്കുന്നത്. ശ്രദ്ധിക്കാത്ത സബ്സ്ക്രിപ്ഷനുകൾ, ആവശ്യമില്ലാത്ത ഓഫറുകൾ, ക്ഷീണിതനായപ്പോൾ ചെയ്യുന്ന ഓൺലൈൻ വാങ്ങലുകൾ, മറ്റുള്ളവരോടൊപ്പം നിൽക്കാൻ നടത്തുന്ന ചെലവുകൾ. ഇത് ചെറിയ തുകയല്ലേ എന്ന വാക്ക് മാസത്തിൽ പലതവണ ആവർത്തിക്കുമ്പോൾ വലിയ ചോർച്ചയാകും. പണം പലപ്പോഴും വാതിൽ തകർത്തല്ല പുറത്തു പോകുന്നത്, ശ്രദ്ധിക്കാത്ത ചെറിയ വിള്ളലുകളിലൂടെ ഒഴുകിപ്പോകുന്നു. ഇവിടെയാണ് സദൃശ്യവാക്യങ്ങളിലെ അടുത്ത ജ്ഞാനം കൂടുതൽ കഠിനമായ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ പണം ചെലവഴിക്കുന്നതിന് മുമ്പ് പദ്ധതിയിടുന്നുണ്ടോ? അല്ലെങ്കിൽ ചെലവഴിച്ച ശേഷം കാരണം കണ്ടെത്തുന്നുണ്ടോ? ഈ രണ്ടിനുമിടയിലെ വ്യത്യാസമാണ് പല സാമ്പത്തിക ജീവിതങ്ങളുടെയും ഭാവി തീരുമാനിക്കുന്നത്. കാരണം പണം നഷ്ടപ്പെടുന്നത് എല്ലായ്പ്പോഴും കുറഞ്ഞ വരുമാനം കൊണ്ടല്ല, ആവേശവും അടിയന്തരതയും ചേർന്ന് ഭാവിയെ നിരന്തരം വിൽക്കുന്നതുകൊണ്ടുമാണ്. ആ നിശബ്ദ പ്രക്രിയയെ മനസ്സിലാക്കാതെ കടത്തെയും സംരക്ഷണത്തെയും സമ്പത്തിനെയും മനസ്സിലാക്കാനാവില്ല. പണം ചെലവഴിക്കുന്ന നിമിഷത്തിൽ പ്രവർത്തിക്കുന്നത് ബുദ്ധി മാത്രമല്ല, തലച്ചോറിലെ പ്രതിഫല പ്രതീക്ഷ, നഷ്ടഭയം, സാമൂഹിക സമ്മർദ്ദം, തിരിച്ചറിയൽ, ക്ഷീണം, സമയത്തെക്കുറിച്ചുള്ള തെറ്റായ കണക്കുകൂട്ടൽ, ഇവയെല്ലാം ഒരുമിച്ചാണ്. അതുകൊണ്ടാണ് പദ്ധതിയില്ലാത്ത നല്ല മനുഷ്യനും സാമ്പത്തികമായി കുടുങ്ങുന്നത്. പ്രശ്നം അവന്റെ ഉദ്ദേശത്തിലല്ല, തീരുമാനമെടുക്കുന്ന നിമിഷത്തിൽ അവന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികളിലാണ്. അവ തിരിച്ചറിയാതെ കൂടുതൽ നിയന്ത്രണം വേണം എന്ന് മാത്രം പറയുന്നത് മതിയാകില്ല. കാരണം ചെലവിന്റെ പിന്നിലെ മനഃശാസ്ത്രം മനസ്സിലാക്കാതെ ബജറ്റ് ഒരു പേപ്പർ മാത്രമാണ്. അടുത്ത ഘട്ടത്തിൽ തുറക്കേണ്ടത് അതാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ തനിക്കു തന്നെ നഷ്ടമുണ്ടാക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങൾ ആവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അടിയന്തരത വിവേകത്തെ തോൽപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്നത്തെ ചെറിയ സുഖത്തിനായി നാളത്തെ സ്വാതന്ത്ര്യം നാം അറിയാതെ കൈമാറുന്നത് എന്നത്?